ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അറബിക് സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേര് ലുക്കൈമത്ത് എന്നാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ഇത് കഴിച്ചു തുടങ്ങിയാൽ നമുക്കിത് നിർത്താൻ പറ്റത്തില്ല, കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ലൊരു സ്വീറ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 3/4 കപ്പ് വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം, 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്ക് ആദ്യം ഈ ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഈസ്റ്റ്, അതും കൂടെ നമുക്ക് ഈ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം, ഒന്ന് പൊങ്ങാൻ വെക്കണം. ഇത് ചേർത്താണ് നമ്മൾ ഈ മൈദ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഈ മൈദ കുഴച്ചെടുക്കുന്നത്. ഞാനൊരു വലിയ ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇടുന്നുണ്ട്. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതെല്ലാം കൂടെ അതിനുകൂടെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ വാട്ടർ ഉപയോഗിച്ചാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ കൈവച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ കൈവച്ചത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു നല്ല ലൂസായിട്ടുള്ള ഒരു മാവായിട്ടാണ് അങ്ങനത്തെ ഒരു ഡോ ആണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കാതെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് ഒരുപാട് വെള്ളം കൂടിപ്പോയാലും ഇത് ശരിയാവത്തില്ല. നമുക്കത് കൈവച്ച് നമുക്ക് മാവിൽ എടുത്തിടാൻ പറ്റുന്ന ഒരു പാകമാണ്. അതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൈ വെച്ച് നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടണം. ആ ഒരു പരുവത്തിലാണ് ഈ മാവ് വരേണ്ടത്. ഇനി ഈ മാവ് പൊങ്ങാൻ വേണ്ടി 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് പാനിയാക്കണം. നമ്മൾ ഒട്ടുന്ന നൂൽപ്പരുവൊന്നും ആകണ്ട. അത് ചെറുതായിട്ട് നമ്മുടെ കയ്യിലെടുത്ത് നോക്കുമ്പം ഒട്ടുന്ന ഒരു പരുവം ആവണം. അതാണ് ഈ പഞ്ചസാര പാനിയുടെ ഒരു പരുവം എന്ന് പറയുന്നത്. ആ ഒരു പരുവത്തിൽ മതി, നൂൽപ്പരുവം ആവണ്ട. ആ പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ബോൾസ് ആക്കിയിട്ട് ആ ബോൾസ്, ഫ്രൈ ചെയ്ത ബോൾസ് നമ്മൾ ഈ ഒരു പഞ്ചസാര പാനിയിലേക്കാണ് ഇട്ട് വെക്കുന്നത്. ഇപ്പം ഞാൻ ആ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പം 1 മണിക്കൂറായി. ഇപ്പം നന്നായിട്ട് ആ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തെ ആ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞിട്ട്, ഒരുപാട് നമ്മൾ ഇട്ട് കുഴയ്ക്കണ്ട, ജസ്റ്റ് ആ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞിട്ട് ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു പരുവമാണ് ഈ മാവിന് വേണ്ടത്. ഇനി നമുക്ക് വലിയൊരു പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് വറക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ കൈ വെച്ച് നമുക്ക് ഈ മാവ് ആ എണ്ണയിലേക്ക് ഇടാം. നമ്മുടെ കയ്യിൽ ഇച്ചിരി ഒന്ന് വെള്ളം തൊട്ടിട്ട് വേണം നമ്മൾ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ വിരലിൻ്റെ തുമ്പത്തേക്ക് ആ മാവ് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അങ്ങ് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. ഇതുപോലെ ബോൾസ് ആയിട്ട് വരും. പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ചിലർ സ്പൂൺ വെച്ച് ചെയ്യാറുണ്ട്, ചിലർ പൈപ്പിംഗ് ബാഗ്സ് വെച്ച് ചെയ്യാറുണ്ട്. നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ബോൾസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേന് ഇത് കറക്റ്റ് ബോൾസ് ആയിട്ട് നല്ലതായിട്ട് വീർത്ത് വരും. നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം ഞാൻ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിരിക്കുന്ന ആ പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇടണം. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പഞ്ചസാര സിറപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ബോൾസ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഈ പഞ്ചസാര പാനിയിൽ ഈ ബോൾസ് ഒന്ന് ഇട്ട് വെക്കാം. അപ്പോഴത്തേന് ഈ ഷുഗർ സിറപ്പ് ആ ബോൾസിനകത്തേക്ക് കയറും. അപ്പം ആ ബോൾസ് നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഞാനൊരു 10 മിനിറ്റ് ഇത് പഞ്ചസാര സിറപ്പിൽ ഇട്ടിട്ട് ഞാനിതൊന്ന് കോരി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ലുക്കൈമത്ത് എന്ന് പറയുന്ന അറബിക് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പല രീതിയിൽ നമുക്കിത് സെർവ് ചെയ്യാം. ഒരു രീതിയാണ് ഇങ്ങനെ പഞ്ചസാര സിറപ്പിൽ ഇട്ടിട്ട് എടുക്കുന്നത്. വേറൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ പഞ്ചസാര സിറപ്പിൽ ഇട്ട ഈ ബോൾസ് നമുക്ക് അതിൻ്റെ മുകളിൽ അല്പം ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും കാരമൽ സിറപ്പോ അങ്ങനെ ഏതെങ്കിലും ഒഴിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ലുക്കൈമത്താണ്. ഇതിനകത്ത് ഇത് ഞാൻ ഡേറ്റ് സിറപ്പാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ സ്വീറ്റ് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഞാൻ ഡേറ്റ് സിറപ്പ് ഒഴിച്ചതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലുക്കൈമത്ത് എന്ന അറബിക് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണിത്. വളരെ ഈസിയുമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് സ്വീറ്റാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിർത്താൻ പറ്റത്തില്ല. കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അപ്പം അതുകൊണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് സ്വീറ്റാണിത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.